അവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണ്ടേ. തന്ത്രിക്കെതിരെ മൊഴിയുണ്ട്. എന്താ മൊഴി? നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ആരുടെയും കുറ്റമായിട്ട് പറയില്ല, ആർക്കും അറിയില്ല. മൊഴിയുണ്ട്. ഇതൊക്കെ എന്ത് മൊഴിയാ? ശരി, തന്ത്രിക്കെതിരെ മൊഴി ഉണ്ടെന്നിരിക്കട്ടെ. മൊഴി എന്താ? ബേസിക്കലി ഏതോ ഒരു കുറ്റം ചെയ്തു, ആ കുറ്റത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യത്തെയാണ് നമ്മൾ മൊഴി എന്ന് പറയുന്നത് അല്ലേ? തന്ത്രിക്കെതിരെ കുറ്റം ഇതാണെങ്കിൽ പിന്നെ എന്ത് മൊഴി ഉണ്ടാവാനാ? ദേവന്റെ അനുമതി മേടിച്ചില്ല, ബാക്കി ആർക്ക് മൊഴി കൊടുക്കാൻ പറ്റും? ഉദാഹരണം, അവിടെ നിൽക്കുന്ന മേശാന്തിക്കോ പരികർമ്മിക്കോ അവിടെ നിൽക്കുന്ന സാധു ബ്രാഹ്മണർ ബാക്കിയുള്ളവർ കാണും, അവർക്ക് മൊഴി കൊടുക്കാൻ പറ്റൂ? ഇല്ല, ദേവന്റെ അനുമതി മേടിച്ചോ ഇല്ലയോ എന്ന്. ശരിക്കും എന്താ ഈ അനുജ്ഞ എന്നറിയാമോ? അനുജ്ഞ വാക്ക് പലർക്കും അറിയില്ല. തന്ത്രി ധ്യാനത്തിലിരുന്ന് ദേവനോട് അനുമതി ചോദിക്കുന്നതാണ് അനുജ്ഞ എന്ന് പറയുന്നത്. അത് ദേവൻ കൊടുത്തോ ഇല്ലയോ, മേടിച്ചോ ഇല്ലയോ, അങ്ങനെ ചോദിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ SITക്കാർക്ക് അറിയും? തന്ത്രിയല്ല. ശരിയാണ്, തന്ത്രി ഇപ്പൊ സ്വയമായി ഞാൻ മേടിച്ചില്ല എന്ന് സ്വയം തെറ്റ് ചെയ്തു എന്ന് പറയൂ. ഇനി രണ്ട്, തന്നു എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കാമേ. ഒരു നിമിഷത്തേക്ക് തന്നു എന്ന് തന്ത്രി പറഞ്ഞാലേ ഇത് തന്നെ SITക്ക് വീണ്ടും പറഞ്ഞൂടെ? കണ്ടോ, ദേവന്റെ അനുമതി തന്നു എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പിന് തന്ത്രി കൂടെ വന്നു. ഇതില് ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ പരാമർശം ഉണ്ടാവുന്നത്. ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും പോലീസ് റിപ്പോർട്ടിൽ. കാര്യം ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല, ആചാര കാര്യങ്ങളിൽ അത്ര. അതെ സാർ, ആചാരത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. ആ സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോഴത്തെ കേസാ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അത് തന്ത്രിയുടെ ഉത്തരവാദിത്തം എങ്ങനെയാവും? ഉദാഹരണം, 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഈ കേസല്ല, ദ്വാരപാലക ശില്പങ്ങളുടെ കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിളിച്ചു ചോദിക്കേണ്ട ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമല്ലേ? പിന്നെ എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2007 ജലഹള്ളി അമ്പലത്തിൽ വെച്ച് തന്ത്രിക്ക് പരിചയമുണ്ട്. എത്രയോ പേർക്കാളെ പരിചയം കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റി പരികർമ്മിയുടെ സഹായിയായിട്ടോ കീശാന്തിയുടെ സഹായിയായിട്ടോ വന്നു. അതുകൊണ്ട് എത്രയോ അവിടെ നിൽക്കുന്ന ആൾക്ക് പരിചയമുണ്ട്. ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് ഇത് ഇപ്പൊ എന്താ പറയുക, ഇതാണ് ഈ വേഗ് വേർഡ്സ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ആഴമേറിയ ബന്ധം. എന്താ ബന്ധം? കുറച്ചു നാളായിട്ട് അറിയാം. ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെങ്കിൽ ഈ പേരിൽ എന്നെ കുറിച്ച് ചെയ്തത് എന്തിനാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് വന്നു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കല്യാണത്തിന് വരില്ലേ? ഇതിനെ ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്നാണ് വിളിക്കുക. അതായത് തെറ്റുകാരൻ ആരോപിക്കുന്ന ഒരാളുടെ കൂടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയാളുടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഉദാഹരണം, സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഭാവിയിലുണ്ടോ എന്നറിയില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്. സാറേ, അത് അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? നേരെ തിരിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന പ്രസംഷനിലാണോ പോകുന്നത്? ഇത് യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. സിമ്പിളായി പറഞ്ഞു, നമുക്കെല്ലാം അറിയാം. ആ സത്യം പറയുന്നേ ഉള്ളൂ. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിച്ചാൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചെയ്തതാണ് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് പരത്തിയാൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാരെ രക്ഷിച്ചെടുക്കാനും മറ്റു ചിലരിലേക്ക് ചോദ്യങ്ങൾ എത്താതിരിക്കാനും കഴിയും. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. ഈ യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കുന്നതാണ്. സിമ്പിൾ ഭാഷ ഇത്രയേ ഉള്ളൂ. തന്ത്രിയെ കുടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയാണ്. അതിന്റെ മറുപടി തിരിച്ചെന്നാ CPMന്റെ കുറച്ച് ആൾക്കാരെ കുടുക്കാമെന്നല്ല. ഈ വിഷയത്തിൽ കോടതി പരാമർശ വിധേയമായ ആൾക്കാരുണ്ടെങ്കിൽ അതികഠിനമായി ശിക്ഷിക്കണം, നടപടിയെടുക്കണം. പക്ഷേ 9 ഇടക്കാല വിധിന്യായങ്ങളിലും തന്ത്രിയുടെ പേരില്ല. അതൊരു ഫാക്റ്റ് ആണല്ലോ, ഞാൻ പറയുന്നതല്ല, ഒരു ഫാക്റ്റാണ്. 9 ഇടക്കാല വിധിന്യായങ്ങളിൽ തന്ത്രിയുടെ പേരില്ല. തന്ത്രിയെ കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു നെഗറ്റീവ് പരാമർശമില്ല. ഹൈക്കോടതി അന്വേഷിച്ച് എഴുതിയെടുക്കാൻ കൊടുത്ത കാര്യങ്ങളിലൊന്നും തന്ത്രിയെ സംബന്ധിക്കുന്ന കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ വേട്ടയാടുന്നതും തന്ത്രിയെ കുടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇതാണ്. എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത നറേറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന്റെ നീ എന്റെ കാര്യം കൂടെ പറഞ്ഞ അവസാനം അതിന്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒന്ന് അല്ല, രണ്ട്, തന്ത്രി ദൈവതുല്യനല്ല. ദൈവം ദൈവമാണ്, നമ്മളാരും മനുഷ്യരാരും ദൈവതുല്യരല്ല. തന്ത്രിയുടെ സ്ഥാനം ദേവന്റെ അച്ഛനാണ്. ഇതാണ് എന്റെ പൊസിഷൻ, ലീഗൽ പൊസിഷൻ, ഫാക്ച്വൽ പൊസിഷൻ. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വ്യക്തി. ഇതേ തന്ത്രി എന്ന് വാക്കിന് അർത്ഥമുള്ളൂ. അത് റിച്വലിസ്റ്റിക് ആയിട്ടാ പോണേ, അതായത് മക്കത്തായത്തിലാ പോണേ, മകന്റെ 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 മകൻ എന്ന രീതിയിലാ പോണേ. ഞാൻ അങ്ങനെ മകളുടെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ പഠിക്കുന്നത് വേദാന്തമാണ്, അവർ പഠിക്കുന്നത് പൂജയും കാര്യങ്ങളുമാണ്. അപ്പോൾ മക്കത്തായത്തനുസരിച്ച്, അതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. അയ്യപ്പ വിശ്വാസിയായും ഈ വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളുമായിട്ടും ശബരിമല അയ്യപ്പനെ വേണ്ടി ഒരു പോരാളിയുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവരെ കൊടുക്കാൻ, ഇനി പത്മകുമാർ സാർ ദൈവതുല്യനാണെന്ന് പറഞ്ഞിരിക്കാറില്ല. എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഏതെങ്കിലും ഒരാളുടെ മൊഴിയിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? പത്മകുമാർ സാർ എന്ത് പറഞ്ഞു? തന്ത്രിയാണെന്ന് പറഞ്ഞു.
തന്ത്രി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ ഒരു പുരോഹിതനെ, പ്രീസ്റ്റിനെ, നാളെ പള്ളിയിലച്ഛനെ അല്ലെങ്കിൽ മൗലവിയെ അല്ലെങ്കിൽ പുരോഹിതനെ, തന്ത്രിയെ, സന്യാസിയെ, ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്നത് അങ്ങേയറ്റം അനീതിയാണ്. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിൽ പലർക്കും ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്ന ധാരണ ആയിരിക്കില്ല വൈറ്റി റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടാകുന്ന ധാരണ. ഉച്ചയ്ക്ക് നമ്മളെല്ലാം, ഞാനടക്കം ടി വിന്ന് കണ്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി വിചാരിച്ചു ഏതോ വലിയ മെറിറ്റ് ഈ കേസിലുണ്ട്, SIT എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ SIT ഈ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ധാരണയായിരുന്നു. എന്നാൽ വൈകിട്ട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണും ഇത്രയേ ഉള്ളല്ലേ എന്ന്.